ഹലോ, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസങ്ങളായി മഴയൊക്കെ ആയിട്ട് പുറത്തും പോകുന്നില്ല, അമ്പലങ്ങളിലൊക്കെ പോക്ക് കുറവാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ബൈക്ക് യാത്ര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പുറത്ത് പോകുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രകടനങ്ങളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. അപ്പം ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഒരു ഇൻട്രോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്വന്തം നാട് കൊല്ലം കരുനാഗപ്പള്ളിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ താമസിക്കുന്നത്. ഏട്ടൻ്റെ ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർ വന്നത്. അങ്ങനെ എൻ്റെ പേര് ദിവ്യ, ഏട്ടൻ്റെ പേര് വിപി, കുഞ്ഞിൻ്റെ പേര് ഒഫീഷ്യൽ നെയിം വൈകാലക്ഷ്മി, ഞാൻ ചിച്ചു എന്ന് വിളിക്കും. ഏട്ടൻ തക്കുടു, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും അച്ചാച്ചനും അച്ചാമ്മയും ചാച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവർ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല, വന്നും പോയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അവർ കരുനാഗപ്പള്ളി തന്നെയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലം എത്തി. വിയ്യൂർ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഈ അമ്പലം. നല്ല സൂപ്പർ അമ്പലം കേട്ടോ. ഇതിൻ്റെ അകം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് കണ്ടോ, പേടിച്ചൊക്കത്ത് കയറി ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവർ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ കണ്ട് അന്ന് പേടിച്ച്, അത് നമുക്ക് മനസ്സിലായി അമ്പലമാണെന്നും പറഞ്ഞ് ഒക്കത്ത് കയറി ഇരിക്കുക പേടിച്ച്. പിന്നെ അമ്പലത്തിനകത്തൊക്കെ കയറി ഞങ്ങൾ ആ തൊഴുത് ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി കേട്ടോ. നല്ല അമ്പലം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടങ്ങളിലെല്ലാം അടിപൊളി അമ്പലമാണ്. തൃശ്ശൂർ അമ്പലങ്ങളുടെ നാടല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്ന കുട്ടിക്ക് അവൽ ഷേക്ക് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഈ കുട്ടി എനിക്കിപ്പോൾ വരും കേട്ടോ. കുഞ്ഞു നരന്ന് ഇപ്പോൾ തൃശ്ശൂർ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇടയ്ക്ക് വരും. അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദാണ്ട് ഷേക്കെന്ന് അവൽ മിൽക്കിന് ഇതൊക്കെ കൊടുത്തിട്ട് ആൾ കയറി ഇരിക്കുകയാണ് കേട്ടോ ഓർഡർ. അപ്പം ഞാൻ എൻ്റെ കൂടെ ഇരുത്തത്തില്ല കേട്ടോ, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ആസ്വദിച്ചാൽ. അതുകൊണ്ട് അച്ഛനും മോളും കൂടെ കഴിക്കുന്നത്, ഞാൻ വേറെ കയറിയിരിക്കും. എന്നാലും അവൾ അവിടെ തീരപ്പോൾ ഇവിടെ വരും കേട്ടോ. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ഇതാണ്ട് നേരെ പോകുന്നത് കല്യാൺ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധനം ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വന്നതാണ്. ഓഫറിലുണ്ട്, ഇനി അത് തീർന്നോന്ന് അറിഞ്ഞില്ല, അതെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ദാണ്ട് ഇത് ഐ ലവ് യു തൃശ്ശൂർ എന്നായിരിക്കും. ഇവൾ കഴിഞ്ഞ പ്രാവശ്യം അവളെ ഫോട്ടോ എടുത്തപ്പോൾ ഓടിക്കയറി നിൽക്കുക, അമ്മ ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞു. ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. അതാണ് പിന്നെ അകത്ത് കയറാൻ ഓടിപ്പോയതാണ്. ഞാൻ അച്ഛൻ വരട്ടെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കും. അതുകൊണ്ട് നോക്കും, അച്ഛൻ വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സംഭവം കിട്ടിയില്ല. ഇവിടെ കുഞ്ഞു പിള്ളേർക്കുള്ള ട്രോളിയുണ്ട്. അന്ന് കുറേ കുഞ്ഞു പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ആൾക്ക് കിട്ടിയില്ല. അതാണ്ട് ഇപ്പോൾ ആ ട്രോളിയൊക്കെ ആയിട്ട് പർച്ചേസിന് ഇറങ്ങിയേക്കുക. കുറേ ഞാൻ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാം പൊട്ടിക്കും. അങ്ങനെ ദാണ്ട പോവാണ്, എന്തെടുക്കണമെന്നറിയാം. അപ്പോൾ ആ ചേച്ചി കുറേ ബിസ്ക്കറ്റ് കൊണ്ട് വെക്കുന്ന കണ്ടുകൊണ്ട് അത് എടുക്കണോ വേണ്ടിയോ എന്നുള്ള ഇതില്ല. അത് അപ്പേക്ക് എന്ന് പറഞ്ഞ് ഓടിപ്പോയി പിടിച്ച് എല്ലാം അടിയിൽ നിന്നാണ് പിടിച്ച് വാരുന്നത്. കൂടെ നിൽക്കണം, കുട്ടിക്ക് എന്താണെന്നറിയത്തില്ല കണ്ട. പിന്നെയും കുട്ടിന്ന് വന്നു. അങ്ങനെ താണ്ട് ഞങ്ങൾ ആൾ താണ്ട് ഇവിടെ ചെന്നിട്ടില്ല. കിവി ആണെങ്കിൽ ഇതാക്കി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ആ കിവി കണ്ടിട്ട് മാങ്ങയാ ചേച്ചി, മാങ്ങതാന്ന് പറയുക. അപ്പോൾ അടുത്ത് നിന്നവരൊക്കെ കളിയാക്കുക. അത് കേട്ടിട്ട് ആളങ്ങ് പോവുക. അങ്ങനെ ഞങ്ങൾ ഒരു സാധനം എടുക്കാൻ വന്നയാ, പക്ഷെ അറിയാമല്ലോ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയാൽ ജസ്റ്റ് എല്ലായിടും ഒന്ന് കറങ്ങുമല്ലോ. അങ്ങനെ താണ്ട ആൾ ട്രോളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിയാണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ ജ്യൂസ് എടുത്താൽ അതിന് പറയാം അമ്മ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തനിയെ എടുത്തങ്ങ് ട്രോളിയിൽ ഇടുക കേട്ടോ. എന്നിട്ട് അടുത്ത എടുക്കാൻ പോവുക. അങ്ങനെ ഞാനിപ്പോൾ വഴക്ക് പറഞ്ഞ ആളെ കൊണ്ടുപോവുക. അങ്ങനെ നല്ല പിന്നെ ഞങ്ങൾ മേലിലായിരുന്നു, ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇതായിരുന്നു കേട്ടോ. പീനട്ട് ബട്ടർ കേട്ടോ, അതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയത്. അങ്ങനെ കുട്ടി കണ്ടോ പോയി വിക്സും കാര്യങ്ങളും എല്ലാം വലിച്ചു വാരി എടുക്കുക. അപ്പോൾ ഞാനത് ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങ് പോരുന്നതല്ല, ഏട്ടനെ ആ പീനട്ട് ബട്ടർ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ കുറേ പോരുന്നു. പിന്നെ ദാണ്ട് ഇറങ്ങി ബില്ലൊക്കെ അടിച്ചതായി ഇറങ്ങും. ആൾ വരത്തില്ല കേട്ടോ. അങ്ങനെ ഒരു മിഠായി മേടിച്ച് കൊടുത്ത് പാപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അവിടെ വെച്ച മിഠായി തിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചോടി കയറാൻ പോവുക. അപ്പോഴേക്കും ഏട്ടൻ വന്ന് പൊക്കിയെടുത്തോണ്ട് പിന്നെ കൊണ്ടുപോയി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ദാണ്ട പോവുകയാണ്. അങ്ങനെ ദാണ്ട് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിലല്ല, ഇതിൻ്റെ ബാക്കിലാണ് ഇത് ഓണറിൻ്റെ വീട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നാല് ഇതായിട്ട് 2 നിലയ 4 പോർഷനായിട്ടാണ്. അതിനകത്ത് ഒരു പോർഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു പോർഷനിലെ ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നിയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫ്രണ്ടായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഇത് നല്ല വീടാണ് കേട്ടോ. സൗകര്യങ്ങൾ ഒരു ബെഡ്റൂമേ ഉള്ളെങ്കിലും അടിപൊളിയാണ്, എനിക്കിഷ്ടമാട്ടോ. അങ്ങനെ കണ്ടെല്ലാം ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചേ. അങ്ങനെ ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്